പരീക്ഷണങ്ങളായ പരീക്ഷകൾ. ഹലോ ഗായ്സ്, എല്ലാവരുടെയും എക്സാംസ് ഒക്കെ കഴിഞ്ഞോ? അതോ ഇപ്പോഴും നടക്കുന്നതേയുള്ളോ? എന്തായാലും സീരിയസ് ആയി എഴുതുന്ന ഉത്തരക്കടലാസുകളിൽ പോലും നമ്മുടെ എക്സ്ട്രാ ബുദ്ധി കൊണ്ട് പലതരം പൊട്ടത്തരം എഴുതി വെച്ചവരാകും നമ്മളിൽ പലരും. ഇങ്ങനെയുള്ള ചില തമാശ ഉത്തരപേപ്പറുകൾ കണ്ടാലോ? പരീക്ഷയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങൾ ടീച്ചേഴ്സ് പറഞ്ഞു തരാറുണ്ട്. എന്നാൽ ഇമ്പോർട്ടൻ്റ് തന്നെ എന്താണെന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം വരുമെന്ന് ഈ ഉത്തരം എഴുതിയ കുട്ടി കരുതി കാണില്ല. അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനത്തെ വെറൈറ്റി ഉത്തരം എഴുതുമോ? അതായത് വാട്ട് ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചപ്പോൾ വെൻ ആൻ ആൻഡ് ഗോസ് ടു അനദർ കൺട്രി ഇറ്റ് ഈസ് കോൾഡ് ഇമ്പോർട്ട് ആൻഡ് എന്നാണ് ഈ ബുദ്ധിമാൻ എഴുതി വെച്ചത്. സംഭവം ആള് ഇമ്പോർട്ടന്റിനെ ഇമ്പോർട്ട് ആൻഡ് എന്നാണ് വായിച്ചത്. പക്ഷേ ഇത് വിവരം കുറഞ്ഞതുകൊണ്ടല്ല, കൂടിപ്പോയത് കൊണ്ടുള്ള പ്രശ്നമായാണ് എനിക്ക് തോന്നുന്നത്. ഇനി കുറച്ച് കണക്ക് നോക്കിയാലോ? 11x = π എന്ന ചോദ്യമായിരുന്നു ചോദിച്ചത്. അതിന് ഈ കുട്ടി എഴുതിയ ഉത്തരം കണ്ടോ? x = π/11 എന്ന്. ഷെടാ, ഇതിനിപ്പോ എന്താ പ്രശ്നമെന്നല്ലേ? എന്നാൽ ട്വിസ്റ്റ് ഇനിയാണ് മക്കളെ. π = 22/7 ആണ്. അത് കഴിഞ്ഞ് അടുത്ത ഉത്തരം എഴുതി വെച്ച് മൊത്തത്തിലങ്ങ് തെറ്റിച്ചു വെച്ചു. എന്താ അല്ലേ? കണക്കൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഒരു കവിതയായാലോ? റൈറ്റ് എ കവിത ഇൻ 8 ലൈൻസ്. പിന്നെന്താ, ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. പേന എടുത്തൊരു കവിത അങ്ങ് എഴുതി ചേർക്കാൻ. ദാ നോക്ക്, കൃത്യം 8 ലൈൻ തന്നെ തികച്ചോണ്ട്. അതിന് വെരി ഗുഡും കിട്ടി. ടീച്ചറും കൊള്ളാം, കുട്ടിയും കൊള്ളാം. ഇനി കൗതുകം ലേശം കൂടുതലുള്ള ഒരുവന്റെ എക്സാം പേപ്പർ കാണാം. വിപരീത പദം എഴുതാൻ പറഞ്ഞപ്പോ ഈ വിരുദ്ധൻ എഴുതി വെച്ചേക്കുന്നത് കണ്ടില്ലേ? കുറച്ച് കഷ്ടപ്പെട്ടെങ്കിൽ എന്താ, സാധനം വൈറലായില്ലേ? സത്യത്തിൽ ഇതിന്റെ ശരിയായ ഉത്തരം എഴുതാൻ ഇത്രയും കഷ്ടപ്പാടില്ലായിരുന്നു അല്ലേ? അതുമല്ല, ആളൊരു സിനിമാ പ്രേമി കൂടിയാണ്. കണ്ടില്ലേ, സിനിമ പേര് വെച്ച് വാക്യത്തിൽ പ്രയോഗിച്ചു വെച്ചേക്കുന്നത്? വീട്, എന്റെ വീട് അപ്പൂപ്പന്റെയും, ഭൂമി, നീലാകാശം, പച്ചക്കടൽ, ചുവന്ന ഭൂമി. എന്തായാലും ഇത്രയും ബുദ്ധിപരമായ ഉത്തരം എഴുതിയ ആ മഹാന് ഒരു അരമാർക്കെങ്കിലും കൊടുക്കാമായിരുന്നു ആ ടീച്ചർക്ക്. ഇനി ഒരുത്തൻ ഒരു പെണ്ണിനെ ഇംപ്രസ് ചെയ്തത് കണ്ടാലോ? അതും മാത്സിലൂടെ. അതെങ്ങനെയെന്നല്ലേ? ഹൗ ഡു ഐ ലുക്ക് എന്നൊരു പെണ്ണ് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമായി ഇവൻ കൊടുത്തത് tan c/sin c എന്ന ഉത്തരമാണ്. അതിലിപ്പോ എന്താ എന്നല്ലേ? ഇനി ഒന്നുകൂടി അതിനെ നോക്കിയേ. tan c/sin c എക്സ്പാൻഡ് ചെയ്താൽ sin c/cos c sin c എന്നാണ് വരിക. ഇതിനെ ഒന്നുകൂടി മാറ്റിയ 1/cos c കിട്ടും. ഇനി ഒന്നുകൂടി മാറ്റം വരുത്തി നോക്കിക്കേ. ദേ, ഇതൊന്ന് നിങ്ങൾ തന്നെ കൂട്ടി വായിച്ചേ. ഇവനൊരു കില്ലാടി തന്നെയല്ലേ? ദൈവമേ, ഇനി ഒരു പെണ്ണിനെ ഇംപ്രസ് ചെയ്യണമെങ്കിൽ പോലും ട്രിഗണോമെട്രിയൊക്കെ പഠിക്കേണ്ടി വരുമെങ്കിൽ ശോകം തന്നെ. അത് പറഞ്ഞപ്പോഴാ ഒരാളോട് തന്നിരിക്കുന്ന ചിത്രത്തിലുള്ള പൂവ് ഏതാണെന്ന് എഴുതാൻ പറഞ്ഞപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടോ? ആദ്യത്തേത് റോസാപ്പൂവ്, ഉത്തരവും കറക്റ്റ് തന്നെ. എന്നാൽ രണ്ടാമത്തെ താമരയുടെ ചിത്രത്തിന് ഉത്തരമായി നൽകിയത് BJP എന്ന്. ഈ വിരുദ്ധന്റെ അപ്പൻ BJP സപ്പോർട്ടറാണെന്ന് തോന്നുന്നു. ഈ എക്സാമിനൊക്കെ ഇരിക്കുമ്പോൾ എല്ലാം പഠിച്ചാലും ആ ടൈമിലെല്ലാം മറന്നു പോകുന്ന ഒരു അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തുള്ള കൂട്ടുകാരന്റെ പേപ്പർ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ തടസ്സമായി നിൽക്കുന്നത് ടീച്ചേഴ്സ് ആകും. എന്നാൽ ഇൻവിജിലേറ്ററായി ഒരു ബാക്ക് ബെഞ്ചറാണ് വരുന്നതെങ്കിലോ? ദാ ഇതുപോലിരിക്കും. കണ്ടില്ലേ, കോപ്പി അടിക്കാനായി 10 സെക്കൻഡാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കോപ്പി അടിച്ചിട്ടുണ്ടോ മക്കളെ? ഉണ്ടെങ്കിൽ കമന്റ് ചേർക്കണേ. അല്ല, നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സ്ഥലത്ത് കൃത്യമായി സമയത്ത് എത്തിയിട്ടുണ്ടോ? 10 മണിക്ക് എത്തണമെന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് നേരത്തെയും ലേറ്റായും അല്ലാതെ കൃത്യസമയത്ത് എത്തുന്നവരും കാണും. എന്നാൽ 10 മണിക്ക് മുന്നേ എത്തണമെന്ന് പറഞ്ഞപ്പോൾ ഈ ബിരുദന്മാർ ചെയ്തു വെച്ച പണി കണ്ടോ? 9:50, 9:60, 9:65, 9:73 എന്നിങ്ങനെ ലിസ്റ്റ് നീട്ടി അങ്ങ് എഴുതി വെച്ചേക്കുവാ. 10 മണിയാവന്മാര് തൊട്ടിട്ടില്ല. എന്തായാലും അവസാനമെന്ന ഒരാൾ വരുന്നത് വരെ എന്ന മൈൻഡിൽ 10 മണി എന്ന് എഴുതി വെച്ചിട്ട് പോയിട്ടുണ്ട്. അടുത്തതും ഒരു കണക്ക് ചോദ്യം തന്നെയാണ്. ചോദ്യം വന്നത് ഇങ്ങനെയാ: 5x = 25, ഫൈൻഡ് x എന്ന്. അതിനുത്തരം കൊടുത്തതാണ് കോമഡി. ഡിയർ മാത്സ്, ഞാൻ നിന്റെ എക്സിനെ കണ്ടുപിടിച്ച് മടുത്തു. ഫാക്ട് അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ആകൂ എന്ന ഒരു ഉപദേശം കൂടി ലാസ്റ്റിൽ പുള്ളി കൊടുത്തിട്ടുണ്ട്. ആള് നന്നായി മടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഏതായാലും ടീച്ചർ എക്സിനെ കണ്ടുപിടിക്കാൻ അവനോട് ചോദിക്കില്ലായിരിക്കും. കിടിലം മറുപടിയല്ലേ കൊടുത്തത്. അടുത്ത ഒരു ചോദ്യം വന്നതാണ് വൈ ഡു വിമൻ ലിവ് ലോങ്ങർ ദാൻ മെൻ എന്ന്. അതിന്റെ ഉത്തരം കൊടുത്തതാണ് രസകരം. ബിക്കോസ് ഷോപ്പിംഗ് നെവർ കോസ് ഹാർട്ട് അറ്റാക്ക് ബട്ട് പേയിങ് ബിൽ കോസ് ഹാർട്ട് അറ്റാക്ക് എന്ന്. എന്താ ഗൈസ്, അത്രയ്ക്കും ഭീമമായ തുകയ്ക്കൊക്കെ ആളുകൾ ഷോപ്പ് ചെയ്യാറുണ്ടോ? വി വെൽക്കം യുവർ കമന്റ്സ്. ഇനി നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. വാട്ട് ഈസ് ആന്റാസിഡ്? ചിന്തിക്കുന്നത് തന്നെ ഇങ്ങി പറഞ്ഞോ? അതെ, അത് തന്നെയാണ് ഇവിടെ ഇവനും എഴുതിയിരിക്കുന്നത്.
ആന്റാസിഡ് ഈസ് എ സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആൻസ് എന്ന്. കൂടാതെ ബ്രാക്കറ്റിൽ യൂറിൻ എന്ന പേര് വരെ ഡീറ്റെയിൽ ആയി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ലൈക്ക് അടിച്ചുകൊണ്ട് കണ്ടിന്യൂ ചെയ്തോ. ഇനി ഒരു പെൺകുട്ടിയുടെ വയസ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് ഒരുത്തൻ ട്രൈ ചെയ്തത് കണ്ടാലോ. ഇയാൾ നൈസിനൊരു കുട്ടിയുടെ വയസ്സ് ചോദിച്ചതാ. എന്നാൽ ആണുങ്ങളോട് വയസ്സ് പറയില്ല എന്ന ജാടയിട്ടുള്ള ഉത്തരമാണ് പുള്ളിക്കാരൻ റിപ്ലൈ ആയി ലഭിച്ചത്. പക്ഷെ അങ്ങനെയൊന്നും തളരുന്ന വെറും കോഴിയല്ലായിരുന്നു അവൻ. ഒരു ഗസ്സിന് ആ കുട്ടിയുടെ ജിമെയിൽ എന്താണെന്ന് ചോദിച്ചു. ദാ വന്നു റിപ്ലൈ, divya2003@gmail.com എന്ന്. എന്ത് കുരുട്ട് ബുദ്ധിയിലൂടെയാണ് അവനത് കണ്ടുപിടിച്ചതെന്ന് നോക്കിക്കേ. നിങ്ങളുടെ ജിമെയിൽ ID ഇതുപോലെ തന്നെയാണോ ഗൈസ്? ഒരാനയുടെ പടം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താകും ചെയ്യുക? ഒരു തുമ്പിക്കൈയൊക്കെ വെച്ച് തലയെടുപ്പുള്ള ഒരു ആനയെ വരയ്ക്കാൻ നോക്കും അല്ലേ? എന്നാൽ ഈ കുട്ടി കുറച്ചുകൂടി മികച്ച കലാകാരനായിരുന്നു. അതല്ലേ ഒരാനയെ വരയ്ക്കാനായി പറഞ്ഞപ്പോൾ ഒരു വലിയ മതിലും അതിനപ്പുറം നിൽക്കുന്ന ആനയുടെ കുറച്ച് ഭാഗവും മാത്രം വരച്ചു വെച്ചത്. ആന എന്തിയെന്ന് ചോദിക്കുന്നവരോട് അപ്പുറം പോയി നോക്കിയാൽ മതിയെന്ന് പറയുമായിരിക്കും. ശരി, അടുത്തതൊരു മാത്സ് ക്വസ്റ്റ്യൻ തന്നെ ആവട്ടെ. ഓരോ നമ്പറിന്റെയും റൂട്ട് കണ്ടുപിടിക്കാനായിരുന്നു ക്വസ്റ്റ്യൻ. അതിന് 3 ചോദ്യങ്ങളും കൊടുത്തു: 16, 25, 36. ഉത്തരം എന്തായിരിക്കും? സ്വാഭാവികമായും 4, 5, 6 എന്നാകും. എന്നാൽ ഈ കില്ലാടി ചെയ്തു വെച്ച പണി കണ്ടോ? ഓരോ നമ്പറിനും താഴെ വേണ്ട രീതിയിലുള്ള വേരുകൾ വരച്ചു കൊടുത്തു. അതും വലിയ നമ്പറിന് അതിന്റെ സ്റ്റാൻഡേർഡിലുള്ള വേര് തന്നെ വരച്ചു കൊടുത്തു എന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ചെക്കൻ കൊള്ളാം. ഏത് തലം വരെ ചിന്തിച്ചുവെന്ന് നോക്കിക്കേ. ഇനി 100ൽ 55 പേർക്ക് മാത്രം വായിക്കാൻ പറ്റുന്ന ഒരു നോട്ട് കണ്ടാലോ. ദേ ഇത് തന്നെ. ഇഫ് യു ക്യാൻ റീഡ് ദിസ് യു ഹാവ് എ സ്ട്രേഞ്ച് മൈൻഡ് ടു. ഷെടാ, ഇതെനിക്ക് വായിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഗൈസ്, നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് വളരെ ചുരുക്കം പേർക്ക് മാത്രമേ കഴിയുള്ളൂ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഇനി എനിക്ക് വലിയ പ്രത്യേക കഴിവുണ്ടോ എന്നറിയാൻ മേല. എനിക്കറിയാം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇപ്പോൾ പറയാൻ പോകുന്ന പരിപാടി ചെയ്തിട്ടുണ്ടാകുമെന്ന്. അതായത് ഓപ്ഷൻസ് തരുന്ന ചോദ്യങ്ങൾക്കൊക്കെ കറക്കി കുത്തി ഉത്തരം നൽകുന്ന ഏർപ്പാട്. ഒന്നുകിൽ കണ്ണടച്ച് തൊടുന്ന ഓപ്ഷൻ ഉത്തരമായി എഴുതും, അല്ലെങ്കിൽ റബ്ബറിൽ ഓപ്ഷൻ എഴുതി നറുക്കിട്ട് ഉത്തരം എഴുതി വയ്ക്കും. ഇങ്ങനെ ചെയ്തിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ. നമ്മൾ ഈ ആസ്വദിച്ച് കഴിക്കുന്ന ചിപ്സിന് പിന്നിലും ഒരു ഫോർമുല ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ ഗൈസ്, എല്ലാം ഒരു മാത്തമാറ്റിക്സ് ആണ്. ദാ ഇത്രയും നീളമുള്ള ഒരു ഫോർമുലയാണ് ഈ ചെറിയ ചിപ്സിനുള്ളത്. അതുപോലെ തന്നെ ഇതൊരു ഹൈപ്പർബോളിക് പാരബോളോയിഡ് ആണ്. എന്തൊക്കെ പറഞ്ഞാലും വായിലിട്ടൊരു കടി കൊടുത്താൽ എല്ലാം പൊടിയല്ലേ ഗൈസ്. ഇനിയൊരു ഹൈടെക് കോപ്പിയടി കണ്ടാലോ. കളർ പെൻസിൽ ബോക്സിന്റെ അകത്ത് മൊബൈൽ ഒളിപ്പിച്ചു. അതിൽ കളർ പെൻസിലിന്റെ പിക്ക് ഡിസ്പ്ലേ ആയി ഇട്ടുവന്നു ഇൻവിജിലേറ്ററിനെ പറ്റിക്കാൻ. ഇവിടെയുള്ള ആൾ കോപ്പി അടിക്കുന്നത് ഇൻവിജിലേറ്ററിന്റെ കണ്ണ് മാറുമ്പോൾ അപ്പോൾ സ്ക്രോൾ ചെയ്ത് വേണ്ട ഉത്തരം എടുത്ത് പേപ്പറിലോട്ടങ്ങ് പകർത്തി വയ്ക്കും. എന്താ അല്ലേ, എത്ര നേരം പിടിച്ചു നിൽക്കുമെന്നറിയില്ല. ശരി, ഇനി നമ്മുടെയൊക്കെ വാച്ചുകളിൽ ഒളിച്ചിരിക്കുന്ന ഒരു കണക്ക് കാണിച്ചു തരാം. അതായത് ഈ ക്ലോക്കിലെ 12ന് താഴെ വരുന്ന 2 നമ്പറുകളും ഒന്ന് കൂട്ടി നോക്കിക്കേ. 12 തന്നെ ഉത്തരമായി ലഭിക്കും. അതായത് 11 + 1 12, 10 + 2 12, 9 + 3 12, 8 + 4 12. ഇനി ക്രോസ് ആയിട്ട് കൂട്ടി നോക്കിക്കേ. 12 + 1 13, 11 + 2 13, 10 + 3 13, 9 + 4 13. അങ്ങനെ എല്ലാത്തിനും ഒരേ ഉത്തരം കിട്ടും. അടിപൊളിയല്ലേ? ഇനി ഒരു തഗ് ലൈഫ് മറുപടിയാണ്. ടീച്ചർ, യു സേ ദാറ്റ് അയൺ ഈസ് മോർ റിയാക്റ്റീവ് ദാൻ കോപ്പർ, എക്സ്പ്ലെയിൻ എന്ന് ചോദിച്ചു. അതിന് ഈ ബിരുദൻ കൊടുത്ത ഉത്തരം കണ്ടോ? ഐ ഡോണ്ട് സേ, ഹൂ സെഡ് എന്ന്. ഇനി ഇതിന്റെ ഉത്തരം ടീച്ചർ കൊടുക്കുമോ ആവോ? നമുക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബുക്കിൽ കൃത്യമായി പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതുകയുള്ളായിരുന്നു അല്ലേ? എന്നാൽ ഒന്നുകൂടി ഒന്ന് ചോദിച്ചാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്ന് ചോർന്നു പോകും. കാരണം നമ്മളെല്ലാവരും ബുക്കിന്റെ ബാക്ക് സൈഡിൽ എന്തെങ്കിലുമൊക്കെ കലാസൃഷ്ടികൾ പണിത് വെച്ചിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഗൈസ്, അവസാനമായി ഒരു ക്വസ്റ്റ്യൻ കൂടി. നെയിം ദ നേഷൻ ദാറ്റ് എവരിവൺ ഹേറ്റ്. അങ്ങനെ ഒരു നേഷനൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എക്സാമിനേഷൻ ആണെന്ന് ഈ പുള്ളി തന്നിരിക്കുന്ന ഉത്തരം. ഒന്ന് ചിന്തിച്ചാൽ അത് കറക്റ്റ് തന്നെയല്ലേ? ധാരാളം കുഴപ്പം പിടിപ്പിക്കുന്നവയും ചിരിപ്പിക്കുന്നവയും ഒന്ന് ചിന്തിപ്പിക്കുന്നവയും തരത്തിലുള്ള കിടിലം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പോൾ ഇനിയും ഇത്തരം വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. മറ്റുള്ളവർക്കൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കൂ. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.